ഈരാറ്റുപേട്ട കാരക്കാട് മീനച്ചിലാറിന്റെ കരകളിൽ താമസിക്കുന്നവർ വെള്ളമിറങ്ങിയിട്ടും ദുരിതത്തിലാണ്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സർവ്വതും വെള്ളം കയറി നശിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്നാണ് ഇവർ പറയുന്നത്. പ്രദേശവാസിയായ അനസും കുടുംബവും മലവെള്ളത്തിൽ കുടുങ്ങിയതും പിന്നീട് രക്ഷപ്പെട്ടതും പറയുന്നത് കേട്ടാൽ തന്നെ ഭയം തോന്നും. ഈരാറ്റുപേട്ട കാരക്കാട് നിന്ന് റാംഷ CP തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട കാരക്കാടുള്ള അനസിന്റെ വീട്ടിലാണ്. അനസിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പുഴയുടെ തൊട്ടരികിലായിട്ടാണ്. മീനച്ചിലാർ നമുക്കിവിടെ ഒഴുകുന്നത് കാണാം. ആ മീനച്ചിലാർ കരകവിഞ്ഞപ്പോൾ ഇവിടെ വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം മനസ്സിലാകും. ഈ വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയി. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഈ വീടിൻ്റെ മുറ്റത്ത് ഇവരിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ സാധനങ്ങൾ, സോഫ, ടേബിൾ ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിലായി പോയിരുന്നു. ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ ഈ ചുമരിൽ നമുക്ക് നോക്കിയാൽ കാണാം. ചുമരിൽ ഒരു 1.5 ആൾ പൊക്കത്തിൽ, 1.5 ഒരു 2 ആൾ പൊക്കത്തിൽ വെള്ളം കയറിയതിൻ്റെ ചെളി പാട് നമുക്കവിടെ കാണാൻ കഴിയും. ഈ വീടിൻ്റെ തറ നമുക്ക് കാണാം, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിൽ ഒരു വിള്ളൽ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വില്ലേജിൽ നിന്നുൾപ്പെടെ ആളുകൾ വന്ന് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, മാറി താമസിക്കണം എന്നതാണ്. നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ്? പിന്നെ 11-11:45 വെള്ളം റോഡിൽ നിന്ന് കയറാൻ തുടങ്ങി. സാധാരണ അത്രയൊന്നും കയറാറില്ല, തിന്നവരെയൊക്കെ കയറി പോകാറുള്ളായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അത്രയുള്ള രീതിയിൽ പെരയ്ക്കാത്ത സാധനമൊക്കെ പൊക്കി വെച്ചു. നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് സഹായിക്കാനൊക്കെ വന്നിട്ട് പോയി. അവർക്ക് അവരുടെ സഹായത്തിന് കയറി പോകുമ്പോൾ ഞങ്ങൾ മക്കൾ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെയുള്ള സാധനമെല്ലാം കൂടെ പൊക്കി വെച്ചിട്ട് സമയത്ത് പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ടാണ് കട്ടളപ്പടിയുടെ അവിടെയൊക്കെ വെള്ളം കയറി വന്നത്. ഞാനും എൻ്റെ മകളും വൈഫും കൊച്ചുമകളും ഉണ്ടായിരുന്നു, 5-6 വയസ്സായ. അവരെല്ലാം കൂടെ ആപ്പാടെ കുടുങ്ങി മൊത്തം പൊങ്ങിക്കയറി വന്നപ്പോൾ നാട്ടുകാരുടെ ഞങ്ങൾ പൊക്കി രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ അതിൻ്റെ തിട്ടൻ മേളത്ത് കയറിയിരുന്നു. ലാസ്റ്റ് 10-40 സന്നദ്ധ പ്രവർത്തകർ, റെസ്ക്യൂ ഫോഴ്സിൻ്റെ സന്നദ്ധ പ്രവർത്തകർ വന്നിട്ടാണ് ഞങ്ങളെ കയറയിൽ കെട്ടി വെളിയിലേക്ക് ഞങ്ങളെ ബക്കറ്റിലൊക്കെ ആയിട്ട് വെളിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. പേടിച്ചുപോയി, നല്ല പേടിച്ചുപോയി. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, ജാമായിപ്പോയി. അത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയല്ലായിരുന്നു. 4 വയസ്സായ കൊച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അത് കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഈ ചെളി ഇവിടെ നിൽക്കുന്നത് ഈ കട്ടളയുടെ ഇതിനകത്തൂടെ പൊക്കിയാണ് കുട്ടീനെ ആദ്യം രക്ഷപ്പെടുന്നത്. അതിനുശേഷം ഇവിടുത്തെ മോളെയും ഈ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഒരു 5-10 മിനിറ്റൂടെ സമയം വെള്ളം കയറി പോയിരുന്നെങ്കിൽ ഇവിടുന്ന് 4 ബോഡിയായിരുന്നു ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. ദൈവാധീനം എന്ന് പറയട്ടെ, ഞങ്ങൾ ഇവിടെ ഓടിയെത്തുകയും ഞങ്ങളുടെ ടീം റെസ്ക്യൂവിൻ്റെ ഏകദേശം ഒരു 14 അംഗങ്ങൾ ഞങ്ങൾ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അല്പസമയം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റൊരു രീതിയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അത്രയും ഭീകരമായിരുന്നു അവസ്ഥ എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷ CP, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.